സദൂക്യരെ പോലെയും പരീശന്മാരെയും പോലെ തന്നെ അംഗബലം കൊണ്ട് യഹൂദ സമൂഹത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഭാഗം ആയിരുന്നു എസ്സീൻ സന്യാസമൂഹം. ഈ സന്യാസമൂഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയ ആദരവും ബഹുമാനവും ലഭിച്ചിരുന്നു. എന്നാൽ എന്തോ കാരണവശാൽ ബൈബിൾ രചയിതാക്കൾ തിരുവെഴുത്തുകളിൽ നിന്നും ഈ വിഭാഗത്തെ പൂർണ്ണമായും തിരസ്കരിച്ചു. ചരിത്രവുമായി ഒത്തുനോക്കുമ്പോൾ ഈ ഒഴിവാക്കൽ ബോധപൂർവം തന്നെ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. യേശു തന്റെ ആചാരപരമായ സ്നാനം ഏറ്റുവാങ്ങിയ യോർദാൻ നദിയുടെ തീരത്തുനിന്നും വെറും 7 കിലോമീറ്റർ മാത്രം അകലെയാണ് ചരിത്രപ്രസിദ്ധമായ കുമ്രാൻ ആശ്രമം സ്ഥിതി ചെയ്യുന്നത്. ലളിതമായ ഈ ഭൂമിശാസ്ത്രം പരിശോധിച്ചാൽ കുമ്രാൻ ആശ്രമം യേശുവിന് അജ്ഞാതമായ ഒരു പ്രദേശമായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. സ്നാനപ്പെടലിലൂടെ താൻ ഏതു സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയത്. താൻ സദൂക്യരെയോ പരീശന്മാരെയോ പ്രതിനിധീകരിക്കുന്ന ഒരാളല്ല, മറിച്ച് താൻ യോഹന്നാന്റെ പരമ്പരയിൽപ്പെട്ട ഒരു എസ്സീൻ സന്യാസിയാണ് എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ജനമധ്യത്തിലേക്ക് ഇറങ്ങാൻ തയ്യാറാവുന്നത്. ഇനി വേണ്ടത് തന്റെ പരസ്യശുശ്രൂഷ തുടങ്ങുന്നതിന് മുൻപായി സ്വീകരിക്കേണ്ടുന്ന മാനസികമായ തയ്യാറെടുപ്പും വ്യക്തമായ പദ്ധതികളുമാണ്. അനന്തരം എന്ത് സംഭവിച്ചു? ലൂക്കോസ് അധ്യായം 4:1-2 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കാനാവും. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവനു വിശന്നു. യോർദാൻ നദിയിലെ സ്നാനപ്പെടലിനു ശേഷം യേശു പോയത് കുമ്രാൻ ആശ്രമത്തിന് സമീപമുള്ള ഒരു പർവ്വത പ്രദേശത്തേക്കാണ്. അവിടെ ഏകാന്തമായി ഇരുന്ന് ധ്യാനിക്കാൻ തക്കതായ ഒരു ഗുഹയുണ്ടായി. അതിനുള്ളിൽ അദ്ദേഹം ധ്യാനനിരതനായി കഴിഞ്ഞുപോയി. ദിവസങ്ങൾ കടന്നുപോയതറിഞ്ഞില്ല. ശ്രീബുദ്ധനും ഇതേ പ്രക്രിയയിലൂടെ കടന്നുപോയ ഒരു സന്യാസി ആണെന്ന് നമുക്കറിയാം. ബോധോദയം ലഭിച്ച സിദ്ധാർത്ഥൻ ബുദ്ധനായി കണ്ണു തുറന്നതുപോലെ 40 ദിവസത്തിനു ശേഷം യേശുവും കണ്ണു തുറന്നു. ധ്യാനത്തിലൂടെ അതീന്ദ്രിയ ബോധത്തിലേക്ക് കടക്കാൻ കഴിയുന്ന ഒരു യോഗിക്ക് ആ സമയത്ത് വിശപ്പും ദാഹവും ഒന്നും അനുഭവപ്പെടാറില്ല. അങ്ങനെ ഒരു ദിവസം തൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരവുമായി യേശു കണ്ണു തുറന്നു. അപ്പോൾ 40 ദിവസം കടന്നുപോയിരുന്നു. വിശപ്പും ദാഹവുമില്ലാത്ത 40 ദിവസം. ബോധോദയവുമായി കണ്ണു തുറന്ന ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ ബാഹ്യലോകവുമായി പ്രതികരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് കഠിനമായി വിശന്നു തുടങ്ങി. ഈ ലോകത്ത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണെന്ന് അദ്ദേഹത്തിന് അപ്പോൾ തോന്നിയിരിക്കണം. എന്തെങ്കിലും ഭക്ഷിക്കണമെങ്കിൽ കുമ്രാൻ ആശ്രമത്തിൽ എത്തിച്ചേരും. എന്നാൽ അതുവരെ നടന്നെത്താനുള്ള ശരീരശേഷി അദ്ദേഹത്തിന് ആ സമയം ഉണ്ടായിരുന്നില്ല. 40 ദിവസത്തെ തപസ് അദ്ദേഹത്തെ വളരെയേറെ ക്ഷീണിപ്പിച്ചിരുന്നു. എന്നാൽ യേശു ഒരു സാധാരണ വ്യക്തി ആയിരുന്നില്ല. യോഗവിദ്യകളും അതീന്ദ്രിയ വിദ്യകളുമെല്ലാം സ്വായത്തമാക്കിയ ഒരു ഹിമാലയൻ യോഗിയായിരുന്നു യേശു. അദ്ദേഹം വീണ്ടും തൻ്റെ കണ്ണുകൾ അടച്ചു. തൻ്റെ സുഹൃത്തും സഹോദരനുമായ സ്നാപക യോഹന്നാന് അദ്ദേഹം ഒരു മനോസന്ദേശം കൈമാറി. ഈ ലോകത്തിൻ്റെ നന്മക്കായി താൻ മനസ്സിൽ തയ്യാറാക്കിയ സമാധാന സന്ദേശപത്രികകളെ അദ്ദേഹം ഒരിക്കൽ കൂടി പുനരവലോകനത്തിന് വിധേയമാക്കി. ആ സമയം അനുവാദം കൂടാതെ അവൻ കടന്നുവന്നു. പിശാച് മനസ്സിന്റെ പിൻഭാഗത്തെ വാതിൽ തുറന്നാണ് അവൻ വന്നത്. അനുവാദമില്ലാതെ അവൻ കടന്നുവന്നു. ഈ ലോകത്ത് ആരെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്യാൻ തീരുമാനിച്ചാൽ അവിടെയെല്ലാം അവൻ കടന്നുവരും. അവനാണ് പിശാച്. ഈ ലോകത്തിലെ സകല മനുഷ്യരുടെയും സമാധാനത്തിനുള്ള സന്ദേശവുമായി പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു യേശു. അപ്പോഴാണ് അവൻ കടന്നുവരുന്നത്. അവൻ യേശുവിനെ ഉപദേശിക്കാൻ ആരംഭിച്ചു. പിശാച് അവന്റെ സ്വസിദ്ധമായ പരിഹാസച്ചിരിയോടെ സംസാരിച്ചു തുടങ്ങി. പ്രിയപ്പെട്ട യേശു, നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല ഈ ലോകം. ഇത് എനിക്ക് സർവാധികാരമുള്ള ലോകമാണ്. ഈ ലോകത്ത് എൻ്റെ സ്വാധീനം എത്ര വലുതാണെന്ന് നീ അറിയുന്നേ. അതുകൊണ്ടാണ് ഇത്ര വലിയ മണ്ടത്തരങ്ങളുമായി നീ പുറപ്പെടാൻ ഒരുങ്ങുന്നത്. നീ ഒരു ജൂതനാണ്. ലോകത്ത് ഒരു ജൂതനും നിന്നെപ്പോലെ ആലോചനയില്ലാതെ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. നീ ചെയ്യാൻ പോകുന്നത് വലിയ അബദ്ധമാണ്. നിന്റെ യാതൊരുവിധ സാരോപദേശങ്ങൾക്കും നിന്റെ ജനം ചെവി തരാൻ പോകുന്നില്ല. നീ മരിക്കും. നിന്നെ അവർ കൊല്ലും. അതുകൊണ്ട് പിന്തിരിയുക. ഒരു യഥാർത്ഥ ജൂതനെ പോലെ ആലോചിച്ച് പ്രവർത്തിക്കുക. ഈ ലോകം നീ വിചാരിക്കുന്നത് പോലെ വെറും മായല്ല, യാഥാർത്ഥമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. എത്ര മനോഹരമാണ് ഈ ലോകം. സുഖവും സന്തോഷവും നിറഞ്ഞ ഈ ലോകം ആനന്ദത്തിൽ ആറാടി ആസ്വദിക്കുവാനുള്ളതാണ്, അനുഭവിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ട യേശു, നിന്റെ ഈ ചെറിയ ജീവിതം ആനന്ദത്തിൽ ആറാടി ആസ്വദിക്കുന്നതിന് പകരം നീ വെറുതെ പാഴാക്കുകയാണ്. നിന്റെ സ്വപ്നങ്ങൾ ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിന്റെ ത്യാഗങ്ങളെല്ലാം വൃഥാവിലാകും. നിനക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം മരണമാണ്. അവർ നിന്നെ കൊന്ന് കഴുമരത്തിൽ തൂക്കും.
യേശുവിന് മറുപടി പറയാൻ സമയം കൊടുക്കാതെ സാത്താൻ അയാളുടെ സാരോപദേശങ്ങൾ തുടർന്നു. നീ ഒരു യോഗിയാണ്, ഒരു ജ്ഞാനിയാണ്. ഈ ലോകത്തുള്ള സർവ്വസമ്പത്തും ഐശ്വര്യവും നിന്റെ കാൽക്കീഴിൽ വന്നു ചേരും. നീ വെറുതെ ഒന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതിയാവും. മഹായോഗിയായ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ മുന്നിൽ കാണുന്ന കല്ലുകളെ അപ്പമാക്കാൻ പോലും കഴിയുന്നതാണ്. വരൂ, എന്റെ കൂടെ വരൂ. ഈ ലോകം ഞാൻ നിന്റെ കാൽക്കീഴിൽ വച്ചു തരാം. നിനക്ക് ഈ ലോകത്തിന്റെ ചക്രവർത്തിയാകാം. പിശാച് യേശുവിനെ വീണ്ടും വീണ്ടും പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത്രയുമായപ്പോൾ യേശുവിന്റെ ക്ഷമ കെട്ടു. കണ്ണുകൾ തീജ്വാല പോലെ തിളങ്ങി. വഴി മാറടാ ചെകുത്താനെ. യേശുവിന്റെ ശബ്ദമുയർന്നു. പിശാച് ഭയന്നുപോയി. അയാൾ ഒരു ഞെട്ടലോടെ വഴി മാറി. യേശു അയാളെ കടന്ന് മുന്നോട്ട് നീങ്ങി. ഒരു നിമിഷം യേശു ഒന്നു നിന്നു. എന്നിട്ട് തിരിഞ്ഞ് പിശാചിനോടായി പറഞ്ഞു, ഈ ലോകത്ത് ഒരു രാജാവും ഒരു ചക്രവർത്തിയും ഭൂമിയിലെ ഒരു മനുഷ്യനും സമാധാനം ഉണ്ടാക്കിയിട്ടില്ല. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ഈ ലോകത്ത് സമാധാനം ഉണ്ടാക്കാനാണ്, ശത്രുത ഉണ്ടാക്കാനല്ല. സാത്താനെ, നിനക്ക് എന്നെ പ്രലോഭിപ്പിക്കാനാവില്ല, ഭയപ്പെടുത്താനാവില്ല, കൊല്ലാനും ആവില്ല. ഞാൻ നിത്യജീവനുള്ള ആത്മാവാണ്. ശരീരത്തെ തകർക്കാനും കൊല്ലാനുമാവൂ, അത് നീ ചെയ്തു കൊള്ളുക. എന്നാൽ ആത്മാവിനെ കൊല്ലാൻ ആർക്കുമാവില്ല. ദൂരെ പോവുക, വരരുത് ഇനിയൊരിക്കലും എൻ്റെ അരുവി. ആദ്യം ഭയന്ന് അകന്നു മാറിയ പിശാച് വലിയ ആദരവോടെയും ബഹുമാനത്തോടെയും യേശുവിനെ സമീപിച്ചു. പരാജയം സമ്മതിച്ച അയാൾ വലിയ വിനയത്തോടെ യേശുവിനെ വണങ്ങി. സത്യമായിട്ടും ഞാൻ പറയുന്നു, ഇനിയൊരിക്കലും പ്രലോഭനങ്ങളുമായി ഞാൻ നിന്റെ മുന്നിൽ വരില്ല. അസത്യം നിറഞ്ഞ ഈ ലോകത്തിലേക്ക് ഒരു പോരാട്ടത്തിനായി ഇറങ്ങുകയാണ് നീ എന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ഈ പോരാട്ടത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ ഭൂമിയിൽ സമാധാനമുണ്ടാക്കിയ നിന്നെ അന്ന് ഞാൻ ദൈവപുത്രൻ എന്ന് വിളിക്കും. ഇത്രയും പറഞ്ഞ് പിശാച് അപ്രത്യക്ഷമായി. ഗുഹയുടെ പുറത്ത് ഒരു കാൽപെരുമാറ്റം കേട്ട് യേശു അങ്ങോട്ട് നോക്കി. അവിടെ വെള്ളവസ്ത്രം ധരിച്ച 2 മനുഷ്യരെ കണ്ടു. അവർ യോഹന്നാന്റെ ശിഷ്യന്മാർ ആയിരുന്നു. ക്ഷീണിതനായ യേശുവിന്റെ ശുശ്രൂഷയ്ക്കായി എത്തിയവരായിരുന്നു അവർ. Thank you for watching. Stay tuned for the next episode. Goodbye.